നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം മെട്രോ റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു. തേനി MP തങ്കത്തമിഴ്സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്ത് നിന്നും തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപം അപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാങ്കുളം ആനക്കുളത്തിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് അപകടം. മധ്യവേനൽ അവധി ആരംഭിച്ച ഒരു മാസമായിട്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും. അതേസമയം വേനൽ മഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം മെട്രോ റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു. തേനി MP തങ്കത്തമിഴ്സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്ത് നിന്നും തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. തുടർന്ന് നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗവും ചേർന്നു. തേനി MP തങ്കത്തമിഴ്സെൽവനും സംഘവും കാനനപാതയിലൂടെയാണ് തേവാരം മെട്ടിലേക്ക് എത്തിയത്. പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി പാതയെക്കുറിച്ചുള്ള വിശകലനം നടത്തി. തുടർന്ന് സംഘത്തെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഉടുമ്പൻചോല MLA MM മണിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തേവാരം മെട്ടിലെത്തിയ ശേഷം പാലാറിൽ ഇരു സംസ്ഥാനങ്ങളിലെയും കർഷകരും ജനപ്രതിനിധികളും ചേർന്ന് യോഗം ചേർന്നു. വികസന കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പാത തുറക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കായി തുടർ ചർച്ചകൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകുമെന്നും ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന പാതയാണിതെന്നും യോഗം വിലയിരുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും കേന്ദ്ര സർക്കാരിലും പാതയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും തേനി MP തങ്കത്തമിഴ്സെൽവം പറഞ്ഞു. தேவாரத்திலிருந்து உடுப்பஞ்சோலை வர்றதா 80 கிலோமீட்டர் சுத்தி வரணும். போனா 80 கிலோமீட்டர் சுத்தி 160 கிலோமீட்டர் ஸ்பெண்ட் பண்ணணும். இந்த ரூட்ல சாக்குளத்து மெட்ரோ ரூட்ல வந்துட்டா 7 கிலோமீட்டர்ல வந்துடலாம். 7 கிலோமீட்டர் போயிடலாம். ஃபாரஸ்ட் ஆல்ரெடி 2 மீட்டர் வாக்கிங் அலோவ் பண்ணிருக்கு. எனக்கு தேவை இப்ப 8 மீட்டர். 8 மீட்டருமே நான் வரும்போது ஒவ்வொன்னா ஆய்வு பண்ணி என் கூட இன்ஜினியர்ஸ் வந்தாங்க. இடுக்கி MP என் கூட இருக்காரு, நம்ம உடுப்பஞ்சோல MLA கூட இருக்காரு. வரும்போது பாக்குறேன் மிகப்பெரிய பாறைகள் எதுவும் கிடையாது, மிகப்பெரிய மரங்கள் எதுவும் கிடையாது. ஈஸியா ரோடு அப்ரோச் பண்ணலாம். வித்தின் இயர்ல அந்த ரோட போட்டு முடிக்கலாம். நான் என்னுடைய மாநிலத்துல தமிழ்நாடு முதல்வர் தளபதி ஸ்டாலின் சொல்லி தமிழ்நாடு ஃபாரஸ்ட் கிளியரன்ஸ் வாங்கிட்டு நானும் இடுக்கி MP சேர்ந்து யூனியன் மினிஸ்டர் ஃபாரஸ்ட் மினிஸ்டர் பார்த்து இந்த வருஷத்துல இந்த ரோட போடுவோம்ன்ற நம்பிக்கை எனக்கு நிச்சயமா இருக்கு. സാധ്യപ്പെടും, നിശ്ചയമാ പോട്ടാകണം. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാത യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി. എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണം, തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണം ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്നുള്ള ശ്രീ TT സെൽവൻ അവരുടെ വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ ഇടപെടലിന് ഈ നാടിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായി. കാരണം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങാൻ
ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. തമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ഇപ്പോൾ 2 മീറ്ററാണ് റോഡിന് വീതി കാൽനടയായി നമുക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ ഇനി 6 മീറ്റർ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആവശ്യപ്പെടുന്നത് 8 മീറ്ററാണ്. 8 മീറ്ററാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 6 മീറ്റർ എങ്കിലും ചുരുങ്ങിയത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ബഹുമാനായ ശ്രീ ടി സെൽവനും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾക്കും തമിഴ്നാട് ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ പൂർണ്ണമായി നന്ദി അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എല്ലാ അനുകൂല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ ഇടപെടലുകൾ ഇരു സംസ്ഥാനങ്ങളുമായും കേന്ദ്ര സർക്കാരുമായും നടത്തുമെന്നും ഉടുമ്പൻചോല MLA MM മണിയും വ്യക്തമാക്കി. മുമ്പ് KK ജയചന്ദ്രൻ MLA ആയിരുന്നപ്പോഴും ജോയ്സ് ജോർജ് MP ആയിരുന്നപ്പോഴും നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ജനപ്രതിനിധികളും കൈകോർക്കുമ്പോൾ ഇത്തവണ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ തന്നെ മറിയുകയായിരുന്നു. വാഹനത്തിൽ കൈക്കുഞ്ഞടക്കം 11 പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇതിൽ 4 പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘം മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്നതിനിടയിലാണ് അപകടം നടന്നത്. വളവ് തിരിയുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടവരുത്തിയത്. അപകടം നടന്ന ഉടൻ സമീപവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചു. മുമ്പും ഈ മേഖലയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മാങ്കുളം ആനക്കുളത്തിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ അപകടം. കൊഴിയിളക്കുടി കയറ്റത്തിൽ വെച്ച് വാഹനം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്ക് സംഭവിച്ചവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 96 കോഴിയിളക്കുടി റോഡിൽ കോഴിയിളക്കുടി കയറ്റത്തിൽ വെച്ചാണ് അപകടം നടന്നത്. വിനോദസഞ്ചാരികളുമായി പോകുന്നതിനിടയിൽ ജീപ്പ് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ വാഹനത്തിലുണ്ടായിരുന്നവരെ സമീപവാസികൾ ചേർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. മാള സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവരെന്നാണ് പ്രാഥമിക നിഗമനം. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് ആരംഭിക്കുകയെന്ന ആരോഗ്യവകുപ്പിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലും യൂണിറ്റ് തുറന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 3.6 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. യൂണിറ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. നിലവിൽ ഇതുവരെ 415 പേർക്ക് ഡയാലിസിസ് സേവനം ഈ യൂണിറ്റിലൂടെ നൽകാനായി. മുമ്പ് ഒരു ഷിഫ്റ്റിൽ 4 പേർക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ സംവിധാനമുണ്ടായിരുന്നത്. 2 ഷിഫ്റ്റുകൾ ആകുന്നതോടെ ഒരു ദിവസം 8 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. സർക്കാർ പദ്ധതികളിലൂടെ യൂണിറ്റിൽ ഡയാലിസിസും മരുന്നുകളും സൗജന്യമായാണ് നൽകുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനും മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുള്ള BJPയുടെ നീക്കങ്ങൾ ചെറുക്കാനും എക്കാലവും മുന്നിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഭീകരവാദത്തിനെതിരെ CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവികത സദസ്സ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ദേശീയത സംരക്ഷിച്ചും മതഭീകരവാദത്തെ എതിർത്തും CPM ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ഭീകരാക്രമണത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിക്കരുത്. മതവിശ്വാസത്തെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ച് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. മുൻ UPA സർക്കാരുകളും ഇക്കാര്യത്തിൽ വിഭിന്നമല്ല. വഖഫ് വിഷയത്തിന്റെ മറവിൽ രാജ്യത്ത് മറ്റൊരു വർഗീയ കലാപത്തിന് RSS നീക്കം നടത്തുമ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ മൗനം പാലിച്ചപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചത് LDFന്റെ MPമാർ മാത്രമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ CPM ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും CV വർഗീസ് പറഞ്ഞു. RSS നേതാക്കന്മാരെ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അന്ന് മുഹമ്മദ് അലി ജിന്നയോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യ വിട്ടുമുറിക്കരുത്,
നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന് കമാൻഡറായി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി, ഇന്ത്യയുടെ പ്രസിഡന്റായിരിക്കണം. നിങ്ങൾക്ക് അധികാരമാണെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി നിങ്ങൾക്ക് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ജിനെ പറഞ്ഞു, എനിക്ക് ഇന്ത്യ രാജ്യത്തിന് പ്രസിഡന്റ് പദവിയല്ല, തനിക്കൊരു രാജ്യമാണ് ഇന്ത്യ വെട്ടിമറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് 1947 സമാനമായി ഒട്ടേറെ സംഭവങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചില്ലേ. ഇന്ത്യ രാജ്യത്തിന് മുമ്പിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ വളർന്നു വിടുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിൽ നടന്നു പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ആയിരക്കണക്കായ മനുഷ്യൻ പരസ്പരം വെട്ടിമരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രക്തപാതനായി അർത്ഥനഗ്നനായി ഇന്ത്യയിലൂടെ സഞ്ചരിച്ച മഹാത്മാഗാന്ധി ആ ദേശീയ സ്വാതന്ത്ര്യത്തിന് പതാക ഉയർത്താൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൊല്ലരുത് എന്ന് പറഞ്ഞു പോവുകയാണ്. ആരെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അന്ന് കൊല്ലരുത് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ആയുധനികമായി ഉയർന്നു വന്ന സമകാലീന ഇന്ത്യ സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചു പോകേണ്ട മകനെ നാടായി നാട് മാറിയത് ആരുണ്ടാക്കിയതാണ്? വിഘടനവാദത്തിൻ്റെ വിഭാഗീയതയുടെ ഭാഗമായി ഉയർന്നു വന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ കാണേണ്ടതില്ലേ. ജില്ലാ കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ്, KP സുമോദ്, PB ഷാജി, MC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മെയ് ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കട്ടപ്പനയിൽ മെയ് ദിന റാലിയും പതാക ഉയർത്തലും സമ്മേളനവും നടത്തി. തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശമടക്കം ഇല്ലാതാക്കുവാൻ പുതിയ നിയമം വഴി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു. ഇന്ത്യയിൽ സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുകയും സർവ്വ തൊഴിൽ നിയമങ്ങളെയും മൂലധന ശക്തികൾക്ക് അനുകൂലമായി മാറ്റിമറിക്കുകയും ചെയ്യുകയാണ് മോദി സർക്കാർ. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ സന്ദേശമാണ് മെയ് ദിനം ഉയർത്തുന്നത്. അസമത്വത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും തൊഴിലാളി വർഗ ശബ്ദം ഉയരുന്ന സാഹചര്യത്തിലാണ് സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. കട്ടപ്പനയിൽ വിവിധ കേന്ദ്രങ്ങളിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, CITU കട്ടപ്പന ഏരിയ സെക്രട്ടറി MC ബിജു, നേതാക്കളായ ടോമി ജോർജ്, അഡ്വക്കേറ്റ് VS അഭിലാഷ്, അനീഷ് മോഹനൻ തുടങ്ങിയവർ പതാക ഉയർത്തി. ഇടുക്കിക്കവലിൽ നിന്ന് ആരംഭിച്ച ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. CITU ഉപ്പുതറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഉപ്പുതറയിൽ പ്രകടനം നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അവരുടെ അധ്വാനം വിറ്റ് ജീവിക്കുന്നവരാണ്. തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് കൂടുതൽ സമ്പത്തുണ്ടാക്കുന്ന മുതലാളിത്തത്തിൻ്റെ നയത്തോടാണ് CITU എക്കാലത്തും എതിർപ്പുണ്ട്. അതുകൊണ്ട് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തിൻ്റെ നയത്തിനെതിരെ രാജ്യത്തെമ്പാടും സമരങ്ങൾ സംഘടിപ്പിക്കുക, തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നതാണ് CITU നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. പരിപാടികൾക്ക് K കലീഷ് കുമാർ, പ്രസാദ് CK, G ഷാജി, ബിജു ചെമ്പ്രയിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കിയിലെ എൻ്റെ കേരളം വിപണനമേളയിൽ ലഹരിമുക്ത നവകേരളത്തിനായി ഒന്നിച്ച് എക്സൈസ് വകുപ്പ്. ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്ക് കരിയർ കൗൺസിലിംഗും നൽകിയാണ് എക്സൈസ് വ്യത്യസ്ത മാതൃക തീർക്കുന്നത്. വാഴ്ത്തോപ്പ് ഗവൺമെന്റ് VHS മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് കായികവും കലാപരിപാടികളും ഒരുക്കിയിരിക്കുന്നത്. വിവിധ കലാപരിപാടികളിലൂടെയും കായിക മത്സരങ്ങളിലൂടെയും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ഇവർ. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയുടെ പ്രദർശന വിപണന മേളയിൽ ഇടുക്കി എക്സൈസ് നടപ്പാക്കിയിരിക്കുന്ന ലഹരി വിരുദ്ധ പവലിയനാണിത്. ഈ പവലിയനിൽ ലഹരിക്കെതിരെ ത്രോ, ലഹരിക്കെതിരെ സ്പിൻ, ലഹരിക്കെതിരെ സെൽഫ് മുതലായ മത്സരങ്ങൾ നടത്തി ചെറു സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഈ പവലിയനിലേക്ക്
അഭൂതപൂർവമായ ജനക്കൂട്ടം ഇന്ന് സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കളിയാണ് ലഹരി, ജീവിതമാണ് ലഹരി, പാട്ടാണ് ലഹരി, കൃഷിയാണ് ലഹരി. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിലേക്ക് യുവജനങ്ങളുടെ ശ്രദ്ധ വിരിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ശരിക്കും ഇടുക്കി എക്സൈസ് ഇപ്പോൾ ഈ പവലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാസ്കറ്റ്ബോൾ മത്സരം ഉൾപ്പെടെ സ്റ്റാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും നൽകും. ലഹരി ഉപയോഗത്തെക്കുറിച്ച് എക്സൈസിന് വിവരം നൽകാനും ഇവിടെ അവസരമുണ്ട്. പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ കൃത്യമായ ജാഗ്രതയും സഹകരണം കൊണ്ടും മാത്രമേ ലഹരി ഉപയോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനാകൂവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്ന കൃഷി വകുപ്പിന്റെ സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു. ഡിജിറ്റൽ അഗ്രികൾച്ചർ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിന്റെ കൃഷിയിടത്തിലെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനങ്ങൾക്കും അവബോധം സൃഷ്ടിക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനും ഡെമോൺസ്ട്രേഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇവിടെയുണ്ട്. കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കി നിലവിൽ വന്ന ഖദർ ആപ്പ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും തീം പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നൂതനമായ രീതിയിൽ സ്മാർട്ടായി മാറുന്ന ഒരു പദ്ധതിയുടെ തുടക്കകാലത്താണ് ഇപ്പോൾ കൃഷി വകുപ്പ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്സിബിഷനിൽ നമ്മൾ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഖദർ ആപ്പ് എന്ന് പറയുന്നൊരു സിസ്റ്റം എല്ലാ കർഷകരുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ സേവനങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിച്ച് തന്നെ കൃഷിഭവനിൽ എത്താതെ തന്നെ എത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഖദർ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് മില്ലറ്റ് കഫേ. അത് നമുക്ക് ഷുഗർ പേഷ്യൻസൊക്കെ ഇപ്പോൾ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ മില്ലറ്റുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് പോഷകസമൃദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജനങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി ലക്ഷ്യമിട്ടും ഒക്കെ കൂടി കൊണ്ടുവരുന്നതാണ് പോഷകസമൃദ്ധി മിഷന്. അപ്പം അതുകൊണ്ട് മില്ലറ്റ്സ് ഉൾപ്പെടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് മില്ലറ്റ് കഫേ. അപ്പോൾ നമുക്ക് ഇടുക്കിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മില്ലറ്റ് കൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം പുറത്തു നിന്നുള്ള മില്ലറ്റുകളോട് ഉൾപ്പെടുത്തി അത് ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പാകത്തിന് പിന്നെ പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു മില്ലറ്റ് കഫേയാണ്. നമുക്കതിപ്പോൾ നിലവിൽ തൊടുപുഴയിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. വിളകളിലെ രോഗ കീടനിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കും പ്ലാന്റ് ഡോക്ടർ സേവനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 1000 സ്ക്വയർ ഫീറ്റിൽ കൃഷിവകുപ്പ് ഒരുക്കിയിരിക്കുന്ന നടീൽ വസ്തുക്കളുടെയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണനമേളയും പൊതുജന പങ്കാളിത്തം കൊണ്ട് സജീവമാണ്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്ക് വാർഷിക സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക സമ്മേളനം നടന്നത്. കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി ജോസ് അധ്യക്ഷനായിരുന്നു. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് ഏത് കാര്യങ്ങളിലാണെങ്കിലും ശരി, നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അത് പ്രത്യേകിച്ച് കേരളീയ ജനാധിപത്യത്തിൽ അത്തരത്തിൽ ഏത് രംഗത്തെ എങ്ങനെയൊക്കെ ആഭിമുഖ്യത്തിൽ നിന്നെന്ന് പറഞ്ഞാലും ശരി, നമ്മളത് അതിനുകൊണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കാനും അതിനു വേണ്ടി വന്നാൽ സമരത്തിലേക്കൊക്കെ പോകാനും അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ ജനാധിപത്യ മാർഗങ്ങളിൽ ആ കാര്യങ്ങൾ ഭരണാധികാരികളെയൊക്കെ ഓർമ്മിപ്പിക്കാനും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം എന്ന കാര്യം നിസ്തർക്കമായ കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങളുടെ സംഘടനാ നേതൃത്വത്തിനെല്ലാം കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ ആനന്ദകരമാക്കാമെന്ന വിഷയത്തിൽ റിട്ടയർഡ് പ്രിൻസിപ്പൽ മാത്തുക്കുട്ടി കുത്തരാപ്പള്ളിയിൽ ക്ലാസ് നയിച്ചു. സെക്രട്ടറി TB ശശി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. VA തോമസ്, ശ്രീകാന്ത് AP, മനോജ് TS, ജോജിമോൻ ചാക്കോ, PN സുഗു, TV പൗലോസ്, KV ജോസ്, തോമസ് ജോസഫ്, ചിന്നമ്മ EM, LJ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം HMDA കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര തൊഴിലാളി സംഘടനയായ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ 24ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അംഗങ്ങളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ് HMDA. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം HMDA കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസ് സർവീസ് പുതിയത് ആരംഭിച്ചു എന്നുള്ളത് അറിയാൻ സാധിച്ചു. സൗണ്ട് സിസ്റ്റം, ലൈറ്റ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഈ യൂണിറ്റിന് നേടിയെടുക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് കൃഷിയിൽ വാങ്ങിയ ഒരു ബിസിനസ് രംഗത്തേക്ക് ചുവടുവയ്പ് നടത്താനും അവർക്ക് സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ ഡെവലപ്മെന്റുമായിട്ട് ഈ യൂണിറ്റ് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പരിപാടിയുടെ ഭാഗമായി ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സെമിനാറിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് മാനേജർ രോഹിത് ക്ലാസ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പുളിക്കക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി MK ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ബോസ് സെബാസ്റ്റ്യൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ബേബി മാത്യു, സജി കുന്നേൽ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി. യൂണിറ്റ് ട്രഷറർ സാജൻ പ്ലാത്തോട്ടം പരിപാടികൾക്ക് നേതൃത്വം നൽകി. 3.5 പതിറ്റാണ്ട് സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഉപ്പുതോട് അങ്കണവാടിയിലെ അധ്യാപിക VD ത്രിശിക്ക് യാത്രയയപ്പ് നൽകി. അങ്കണവാടിയിൽ വെച്ച് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട്, ഉപ്പുതോട് അങ്കണവാടികളിലായി 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി അധ്യാപിക VD ത്രിശിക്കാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തും ALMSC കമ്മിറ്റിയും ഉപ്പുതോട് പ്രദേശവാസികളും ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. ഉപ്പുതോട് അങ്കണവാടിയിൽ വെച്ച് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു കൊച്ചിന്റെ ഒരു സങ്കടം കണ്ടപ്പോൾ അത് ആ കൊച്ചിനെ നമ്മുടെ വാർഡ് മെമ്പർ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ആ കൊച്ചിന് മനസ്സിലാവുകയൊന്നും അറിയില്ല. എങ്കിൽ പോലും അത് ടീച്ചർ ഇവിടുന്ന് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ വിതുമ്പുന്ന മുഖം കണ്ടപ്പോൾ ഇപ്പൊ ടീച്ചറിന്റെ സ്നേഹവും കരുതലും എത്രമാത്രമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമില്ല. അത് തന്നെയാണ് നമ്മുടെ ടീച്ചർ. കാരണം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 31 അംഗൻവാടി ഉണ്ടെങ്കിലും എല്ലാ രീതിയിലും ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ അംഗൻവാടിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രദേശവാസികളും ALMSC കമ്മിറ്റിയും പഞ്ചായത്തും ഉപഹാരങ്ങൾ കൈമാറി. ഉപ്പുതോട് അങ്കണവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ അന്റൂൺ സിബി വരച്ച അധ്യാപികയുടെ ചിത്രം കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം MJ ജോൺ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമടം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി റോയി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോസഫ്, CDF ചെയർപേഴ്സൺ ലിസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മേട്ടുക്കുഴി അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക MS വത്സലകുമാരിക്ക് യാത്രയയപ്പ് നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ പെന്നി യോഗം ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വത്സലകുമാരിക്കാണ് വാർഡ് കൗൺസിലറുടെയും ADSന്റെയും നേതൃത്വത്തിൽ മേട്ടുക്കുഴി അങ്കണവാടിയിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ പെന്നി ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളെ നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ അംഗൻവാടി കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ഇപ്പം പലപ്പോഴും ഒരു ഡേ കെയർ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം മാതാപിതാക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമുള്ള ഒരു സ്ഥലം ഇപ്പോൾ അംഗൻവാടിയായി മാറിയിട്ടുണ്ട്. 30 വർഷത്തിനിടയിൽ എത്രയോ കുഞ്ഞു മക്കൾക്ക് അവരുടെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നതിന് ടീച്ചർക്ക് അവസരം ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തുടർന്ന് പ്രദേശവാസികൾ സ്നേഹോപഹാരം നൽകി. വാർഡ് കൗൺസിലർ തങ്കച്ചൻ പുരിയിടം അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ICDS സൂപ്പർവൈസർ ദീപ ബാബു, ഷീബ വിജയൻ, അനില മോഹനൻ, കുഞ്ഞുമോൾ തങ്കച്ചൻ, യശോദ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C ഭാഗമായി ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന 16 ലയൺസ് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന റീജിയൺ 3ന്റെ വാർഷിക കൺവെൻഷൻ നടന്നു. ലയൺസ് ക്ലബ്ബ് റീജിയൺ 3 ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളുടെ താക്കോൽദാന കർമ്മം ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N. നമ്പൂതിരി നിർവഹിച്ചു.
കട്ടപ്പന വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ് അധ്യക്ഷനായിരുന്നു. ഈ വർഷം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന ലയൺസ് ക്ലബ് റീജിയൻ 3 ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളുടെ താക്കോൽദാന കർമ്മം ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. രണ്ടായിരത്തി 2024-25 വർഷത്തിൽ റീജിയന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൺവെൻഷനിൽ വിലയിരുത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഹൈറേഞ്ച് ലയൺസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ഹൈറേഞ്ച് ലയൺസ് ടച്ച് ഓഫ് ലൈഫിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സെന്റർ സ്തുത്യർഹമായ നിലയിൽ നടത്തുന്ന കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടറെ ചടങ്ങിൽ ആദരിച്ചു. ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലയൺസ് ഭാരവാഹികളെയും പുരസ്കാരം നൽകി ആദരിച്ചു. റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ്, ജനറൽ കൺവീനർ സിബി കൊല്ലംകുടി, ശ്രീജിത്ത് ഉണ്ണിത്താൻ, അമൽ മാത്യു, ബിജു മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. 16 ക്ലബ്ബുകളിൽ നിന്നായി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ശ്രീ മുത്തിയമ്പലം ക്ഷേത്രത്തിൽ മകീരം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും മുളപ്പാരിയുടെയും തിടമ്പകളുടെയും അകമ്പടിയോടെ പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിയ കോവിൽമല രാജാവ് രാമൻ രാജമന്നാനെ സ്വീകരിച്ചു. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള ഭദ്രദീപ പ്രകാശനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ഭക്തജനങ്ങളും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പൊങ്കാല നടന്നു. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് ജയരാജ് കിഴക്കേപ്പറമ്പിൽ, സെക്രട്ടറി ഷിജു MT മുക്കളേൽ, ട്രഷറർ സജിമോൻ കുന്നുംപുറത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളായി നടന്നുവന്ന തിരുവുത്സവം സമാപിച്ചു. വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്രയോടെയാണ് ഉത്സവം സമാപിച്ചത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ 4 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഉത്സവ പരിപാടികൾ സമാപിച്ചു. ഉത്സവ ദിവസങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കാർത്തിക പൊങ്കാല, സർവൈശ്വര്യ പൂജ തുടങ്ങിയ വിശേഷാൽ ക്ഷേത്രാചാര ചടങ്ങുകളും നടന്നു. കുമരകം മൃത്യുഞ്ജയൻ തന്ത്രവിദ്യാപീഠം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി TS സജി എറണാകുളം, PK സജീവ ശാന്തി, രാഹുൽ ഹരിഹരൻ തുടങ്ങിയവർ ക്ഷേത്രാചാര പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രാദേശിക കലാപരിപാടികൾക്കൊപ്പം മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയുടെ അവതരണവും നടന്നു. വൈകുന്നേരം നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇരട്ടയാർ നോർത്ത് NSS കരയോഗ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്ര വാദ്യമേളങ്ങൾ, കരകനൃത്തം, കട്ടപ്പന സമയപുരിയുടെ രാമായണം റോഡ് ഷോ എന്നിവയുടെ അകമ്പടിയോട് കൂടിയാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. തുടർന്ന് തിരുവനന്തപുരം ടീം ലോക്കൽ ബെഡഡീസ് അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. കാഞ്ചിയാർ നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തിരുവുത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു ജി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 29 മുതൽ മെയ് 1 വരെയാണ് ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നത്. തിരുവാതിര, കൈകൊട്ടിക്കളി, ഭജൻ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, കലശം, അഷ്ടാഭിഷേകം, കളഭാഭിഷേകം, വിശേഷാൽ ദീപാരാധന, പ്രസാദമൂട്ട എന്നീ ചടങ്ങുകളും നടന്നു. ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഇന്ന് സമാപിക്കുകയാണ്. 29, 30, 1 രീതികളിലായിട്ടാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2026 ഭഗവാന്റെ ജന്മദിനത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും എല്ലാ ഭക്തജനങ്ങളെയും നമ്മളുടെ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിന്റെ നാലമ്പല നിർമ്മാണ നിധി സമ്മാന കൂപ്പൺ വിതരണവും നടന്നുവരികയാണ്. ചെയർമാൻ ജെ ജയകുമാർ, പ്രസിഡന്റ് ഹരികുമാർ കിഴക്കേതിൽ,
സെക്രട്ടറി മധുക്കുട്ടൻ നായർ പേരിക്കാട്ട്, ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ നായർ അഴകാത്ത്, ബാലു ഗോപാലകൃഷ്ണൻ, പത്മകുമാർ, KB ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പനയിൽ പട്ടരുമിടം പ്രിയ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായുള്ള നറുക്കെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തിരഞ്ഞെടുത്തു. സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് 32 വർഷമായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന പട്ടരുമിടം പ്രിയ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പിലൂടെ വിജയിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നിൽ നറുക്കെടുപ്പ് നിർവഹിച്ചു. വളർച്ചയ്ക്ക് നമുക്കിത് അത്യന്താപേക്ഷിതം. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടൗണായി കട്ടപ്പന മാറിയിട്ടുണ്ട്. നമുക്കറിയാം, അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുള്ള വലിയ വലിയ ഷോപ്പുകൾ ഇന്ന് കട്ടപ്പനയിൽ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ ചെറിയ സംരംഭമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ഷാജു പട്ടർമഠം അറിയിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രോഗ്രാമായി കണ്ടുകൊണ്ടാണ് ഞാനിതിൽ സംബന്ധിക്കുന്നത്. ഈ നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ ഷാജുവിൻ്റെ അകമഴിഞ്ഞ സഹായ സേവനങ്ങൾ ഈ നാടിന് ചെയ്യുന്നുണ്ട്. ഇനിയും വലിയ വലിയ പ്രസ്ഥാനങ്ങൾ വരുന്നതോടൊപ്പം ഷാജുവിൻ്റെ ഈ ഷോപ്പും വളർന്നു വന്നിരിക്കാൻ പരമകാല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ നറുക്കെടുപ്പ് കർമ്മം നിർവഹിക്കുന്ന അറിയിക്കുന്നു. ഭാഗ്യവാനായിരിക്കുന്നത് വിജയൻ NN. കട്ടപ്പന വട്ടക്കുഴിയിൽ വിജയൻ VN നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് കരസ്ഥമാക്കി. നെക്ലേസ്, വള, ബ്രേസ്ലെറ്റ്, കമ്മൽ, കൈച്ചെയിൻ, മൂക്കുത്തി, മോതിരങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് ആഭരണങ്ങൾക്കുള്ള ആയുഷ്കാല വാറണ്ടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2900 രൂപ മുതൽ വിലയുള്ള ഡയമണ്ട് മൂക്കുകുത്തികളുടെയും 5600 രൂപ മുതൽ വിലയുള്ള പ്ലാറ്റിനം മോതിരങ്ങളുടെയും വിപുലമായ ശേഖരമാണ് പട്ടരുമിടം പ്രിയ ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മധ്യവേനൽ അവധി ആരംഭിച്ച് 1 മാസമായിട്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി. അതേസമയം വേനൽമഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു. മൂന്നാറിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലമാണ് മധ്യവേനൽ അവധിക്കാലം. പരീക്ഷാകാലത്തിന് ശേഷം സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിനോദസഞ്ചാരികളെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഇത്തവണ മധ്യവേനൽ അവധി ആരംഭിച്ച 1 മാസമായിട്ടും മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മധ്യവേനൽ അവധി ആരംഭിച്ച ശേഷം വിഷു, ഈസ്റ്റർ ദിവസങ്ങളിൽ മാത്രമാണ് മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഏകദിന സന്ദർശകരായിരുന്നു എത്തിയവരിൽ ഭൂരിഭാഗവും. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി. അതേസമയം വേനൽമഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു. So it's nice here, like the climate is very good, wherein it's like cold a little bit, which is better in this summertime. So we are from Goa here. We came all the way driving here because we know that this is a hill station and we would see a lot of, even though we would see a lot of tourists, this would be a nice drive as well as it would be a nice climate here. So after searching a little bit, we thought it would be good and the experience is very good right now. It's chill, it's cool and we are enjoying ourselves here. We saw a lot of things today
It was our first day, and overall it was a good experience. റോഡ് നല്ല തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറായി ട്രാഫിക് കിടക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ ഇവിടെ ഈ ടേണിങ്ങിലൊരു കറക്റ്റായിട്ടുള്ള ട്രാഫിക്കോ ചെയ്താൽ രക്ഷപ്പെടും. கிளைமேட்டு லொக்காலிட்டி அந்த வியூ அது ரொம்ப பிரமிக்கக்கூடிய அளவுக்கு சவுத் சோனில் இந்த மாதிரி ஒரு வியூ பார்க்குறதுக்கு வாய்ப்பு இல்லை. நிறைய பார்த்துருக்கோம், இருந்தாலும் எல்லாத்துக்கும் கூட ஃப்ரெண்டில் இது வந்துட்டுருக்கோம், നല്ലയിருக்கு. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾ ഒട്ടും തണുപ്പ് ഇത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കോടയും നമ്മൾ ഉദ്ദേശിച്ച അത്ര ചൂടില്ല, അത്യാവശ്യം തണുപ്പും പച്ചപ്പും എല്ലാം തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇരവികുളം പോയി, പിന്നെ അത് കഴിഞ്ഞ് ബൊട്ടാണിക്കൽ ഗാർഡൻ പോയി. ഇപ്പോൾ ഇനി നാളെയും കുറച്ച് സ്ഥലം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏപ്രിൽ മാസത്തിൽ 40% താഴെ മാത്രമാണ് മുറികളിൽ സഞ്ചാരികൾ താമസിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി മൂന്നാർ, ചിന്നക്കനാൽ, പള്ളിവാസൽ മേഖലകളിൽ ഉച്ചകഴിഞ്ഞ് കനത്ത മഴ പതിവാണ്. കൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതിക്കൂട്ടലിന്റെ ഭാഗമായി നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പണികൾ ഊർജിതമായി നടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം പതിവായതും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവിനെ സാരമായി ബാധിച്ചു. മെയ് മാസത്തിലും സഞ്ചാരികളുടെ ബുക്കിംഗ് തീർത്തും കുറവാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 246, വിൽപ്പനയ്ക്ക് വന്നത് 55,195, വിൽപ്പന നടന്നത് 54,156, കൂടിയ വില 2,755, ശരാശരി വില 2,279. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,775 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം മെട്രോ റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു. തേനി MP തങ്കത്തമിഴ് സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകരടക്കമുള്ളവരുടെ സംഘം തേവാരത്തു നിന്നും തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ബൈസൺ വാലി ടീ കമ്പനിക്ക് സമീപം അപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞ. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാങ്കുളം ആനക്കുളത്തിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് അപകടം. മധ്യവേനൽ അവധി ആരംഭിച്ച 1 മാസമായിട്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും. അതേസമയം വേനൽ മഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.